നീണ്ടൊരു കടാര. അതുകൊണ്ട് സ്റ്റെയിൻസിന്റെ കഴുത്തിലേക്ക് അത് കുത്തിയിറക്കി. അപ്പനെ പിഞ്ചോമനകളുടെ മുമ്പിൽ കുത്തി വളർത്തുന്ന രംഗവും ആലോചിച്ച്. അതിൽ ഫിലിപ്പും തിമോത്തി എന്ന കുഞ്ഞു മകൻ ഇതിൻ്റെ വിടവിലൂടെ, ഗ്ലാസിൻ്റെ വിടവിലൂടെ പുറത്തു ചാടിയ കുഞ്ഞിനെ തൃശൂലം കൊണ്ട് കുത്തി തിരിച്ചിട്ടു. ആളിക്കത്തി. ചില നാൾക്കപ്പുറത്ത് PG വർഗീസ് അങ്കിൾ എന്നെ കാണാൻ വേണ്ടി വന്നു. പിരിയാൻ നേരം ഞാൻ പറഞ്ഞ, അങ്കിൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. കഴിഞ്ഞെല്ലാം തോന്നുന്നു. എന്താ അത്? നമ്മുടെ ആദരണനായ ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നിട്ട് 25 വർഷം തികയാണ് ഇന്ന്. ഞാൻ പറഞ്ഞു, രണ്ടുപേരെ നമുക്ക് അതേക്കുറിച്ചൊരു അനുസ്മരണം നടത്തിയിട്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞു, സ്റ്റെയിൻസിന് 2 കുട്ടികളും ഈ ശുശ്രൂഷകൾ കഴിഞ്ഞ് മടങ്ങി വന്ന് വണ്ടി വഴിയിലിട്ട് ഉറങ്ങുക. രാത്രി ഉറങ്ങുന്ന കുട്ടികളുടെ അപ്പൻ്റെ അരികിലേക്ക് ഗുണ്ടകൾ വളഞ്ഞിട്ട് ഇങ്ങനെ മുട്ടിയപ്പോൾ അപ്പൻ ഈ ഗ്ലാസ് തത്തി. നീണ്ടൊരു കടാര. അതുകൊണ്ട് സ്റ്റെയിൻസിൻ്റെ കഴുത്തിലേക്ക് അത് കുത്തിയിറക്കി. ഞാൻ പറഞ്ഞു, നോ അങ്കിൾ, അങ്ങനല്ല, തീയിട്ടതല്ലേ. അദ്ദേഹം പറഞ്ഞല്ല, ഞാനിത് ആദ്യം കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിശോക്തിയല്ല. ഇങ്ങനെ കുത്തുമ്പോൾ അദ്ദേഹം ഒന്ന് ശബ്ദമുണ്ടാക്കിയപ്പോൾ മക്കളുണർന്നു. അപ്പനെ പിഞ്ചോമനകളുടെ മുമ്പിൽ കുത്തി വളർത്തുന്ന രംഗവും ആലോചിച്ച്. എന്നിട്ടും അത് അവരുടെ ആ പ്രതികാര ബോധം തീരാതെ ക്യാരിൽ നിറച്ചു വെച്ച മണ്ണെണ്ണ ഒഴിച്ചു ജീപ്പിന് തീയിട്ടു. ഉറക്കത്തിൽ ഉണർന്ന കുഞ്ഞുങ്ങൾ കണ്ണു തിരുമി. അതിൽ ഫിലിപ്പും തിമോത്തി എന്ന കുഞ്ഞു മകൻ ഇതിൻ്റെ വിടവിലൂടെ, ഗ്ലാസിൻ്റെ വിടവിലൂടെ പുറത്തു ചാടിയ കുഞ്ഞിനെ തൃശൂലം കൊണ്ട് കുത്തി തിരിച്ചിട്ടു. ആളിക്കത്തി. 3 പേരും എരിഞ്ഞടങ്ങി. അതാണ് മരണം. ക്രിസ്തു നിമിത്തം മരിക്കുക. അദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പൂരിപ്പിക്കാം. ഞാനും വാസ്തർ ബോബിയും അടക്കം 2-3 പേര് തൃശ്ശൂർ കുന്നംകുളത്തിനരികിലൂടെ സുവിശേഷ യോഗം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഹിന്ദു പശ്ചാത്തലമുള്ളൊരു മനുഷ്യൻ ഞങ്ങൾക്ക് ധാരാളമായിട്ട് ഫുഡ് തരിക, ഒരു വെയിറ്റർ. ഞങ്ങൾ ആ മനുഷ്യനോട് ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹത്തിന് ഈ ഭക്ഷണം തരുന്നൊരു രീതി ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഞങ്ങളവിടെ ഒരു ടിപ്പ് വെച്ചു. അയ്യോ, അദ്ദേഹം അത് തിരിച്ചിങ്ങെടുത്തിട്ട് എൻ്റെ പോക്കറ്റ് വെച്ചിട്ട് പറഞ്ഞു, അച്ഛനല്ലേ, അച്ഛനൊക്കെ നമുക്ക് ടിപ്പ് തരിക എന്ന് പറഞ്ഞാൽ സ്തോത്രം. അച്ഛനാന്നോർത്തു. ഞാൻ ജുബായൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛാന്ന് വിളിച്ച് ഞാൻ സന്തോഷത്തോടെ വിളി കേട്ടു. പലരും എന്നെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ട്. പറഞ്ഞത്, നിങ്ങളോടൊക്കെ ടിപ്പ് വാങ്ങാൻ പാടില്ല. ഞാൻ ചെയ്യാൻ തെറ്റി, നിങ്ങളൊക്കെ വലിയ പ്രവൃത്തി ചെയ്യുന്ന ആളുകളാണ്. എനിക്കിപ്പോൾ സ്വയം ഒരു കുറ്റബോധം തോന്നി, ഈ മനുഷ്യൻ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ ബോബിയോട് പറഞ്ഞു, പാസ്റ്ററെ, അദ്ദേഹം വലിയ പ്രവൃത്തി നമ്മൾ കഴിച്ച കാര്യമായിരിക്കും, വലിയ വീര്യപ്രവൃത്തി. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരം അദ്ദേഹം വീണ്ടും പിന്നാലെ വന്നു. എന്തോ പറയാനുള്ളതല്ലേ. ഞാൻ പിന്നെ പരിചയപ്പെട്ടു, അടുത്ത് വിളിച്ചു, ബാ, എന്തോ പറയാനുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഫാദർ, നിങ്ങളെയൊക്കെ കാണുന്ന വലിയൊരു സന്തോഷം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കാമല്ലോ, എന്തൊരു സന്തോഷമാണ്. അതേപോലെ അനുഭവം പറയാ. ഫാദർ, ഈ ഹോട്ടലുണ്ടോ, ഇതിലും മുന്തിയ 2 ഹോട്ടൽ സ്വന്തം ഉള്ളവനായിരുന്നു. ഞാൻ കളഞ്ഞിട്ട് പോന്നു. എവിടെ ആയിരുന്നു? ഇവിടെ അല്ലോ, റീസില്.